ഇന്നൊരു ഉച്ചയാവണ സമയത്ത് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ 5 വയസ്സുള്ള ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊരു വാർത്ത. ഞാൻ ഞെട്ടിപ്പോയി. അബാൻ എന്നൊരു 5 വയസ്സുകാരൻ തിരൂര് നടുവിലങ്ങാടിയിലാണ്. അങ്ങനെ പ്രത്യേക കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് മാധ്യമങ്ങളിൽ കണ്ടില്ല. കുട്ടി പെടുന്നതിന് രാവിലെ കുഴഞ്ഞു വീണത്. ഇന്ന് വൈകിട്ടാണ് ഈ കുട്ടിയെ കബറടക്കിയത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ ഒരു വീട്ടുകാർക്ക് അള്ളാഹു ഷഫാഅത്തിന് അർഹനാക്കുന്നൊരവസ്ഥ ഉണ്ടാവും ആ കുട്ടിയിലൂടെ. ഞാൻ ഇപ്പോൾ ഈ നോമ്പിൽ തന്നെ തൃശ്ശൂർ ഭാഗത്ത് ഇതുപോലെ ഒരു പെൺകുട്ടി +1നോ +2നോ പഠിക്കുന്ന ഒരു പെൺകുട്ടി പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരുന്നു. ഈ കോവിഡ് അനന്തരം ഈ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നതൊക്കെ യങ്ങായ ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ. എന്താണ് ഇതിൻ്റെ ശരിക്കും റീസൺ എന്താണ് പഠിക്കാത്തത്? ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് നിഷ്പക്ഷമായിട്ട് നമ്മുടെ മെഡിക്കൽ വിഭാഗം കണ്ടെത്താത്തത്? എന്താ സർക്കാർ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുക, അതിനൊരു പ്രേരണ, ഒരു കമൻറ്റ് കൊടുക്കാത്തത്? പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ്. കഴിഞ്ഞൊരു 5 മാസം എടുത്ത് നോക്കുക. ഈ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ഒരു 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെയിടയിലുള്ള ആളുകൾ, നിരവധി ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ പരിസരത്തോ കുടുംബത്തിലോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളിലൊക്കെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവാം. റീസൺ ഒന്നും ആരും പറയുന്നില്ല. കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അള്ളാഹു എന്തായാലും ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ പങ്കുവെക്കുക. ഈ റമദാൻ്റെ ഒരു പവിത്രമായ ദിവസങ്ങളാണ്. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. 27-ാം രാവാണ് നാളെ. ഇപ്പോൾ ഈ മുമ്പൊക്കെ ഒരുപാട് പേര് വീട് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് പണം യാചിക്കാൻ വേണ്ടി വരുമായിരുന്നു. അവരെ യാചകർന്ന് വിളിക്കാൻ പാടില്ല. പാവങ്ങളായ ആളുകളാണ്. പണക്കാരായ അല്ലാത്തവരെല്ലാവരും വീട്ടിലേക്കും വരും. ഞാനൊരു സംവിധാനം ഞാൻ പറയൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. വീടാന്തരം കയറി ഇറങ്ങിയിട്ടുള്ള ഈ സിസ്റ്റം ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു സക്കാത്ത് സംവിധാനം കാര്യക്ഷമമാക്കിയിട്ട് മഹല്ല് മുന്നോട്ട് വന്നാൽ ഈ ഒരു വീടില്ലാത്ത പ്രശ്നങ്ങൾ എത്രയോ നമ്മുടെ നാട്ടിലുണ്ട്. പലരും വീടില്ലാത്ത പ്രശ്നങ്ങൾ, ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തിക ഇതിന് കാരണമാണല്ലോ ഇവരൊക്കെ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് 100, 50, 10 ആയിട്ട് വരുന്നത്. ഇത് മാറ്റാൻ മഹല്ല് കമ്മിറ്റിക്ക് ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ലേ? ഞാനൊരു പ്രൊജക്റ്റ് പറയാം. ഇത് പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കാൻ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതായത് ഒരു മഹല്ലിൽ 500 പേരുണ്ടെങ്കിൽ, ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ബദരീകളാണ്ട് നടത്താനും നിബദിനം നടത്താനും വെറും വരിസംഖ്യ പിരിക്കാനും ഇതിന് മാത്രമല്ലല്ലോ, അവിടുത്തെ ആളുകളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തരായ ഒന്നാവണം മഹല്ല്. അപ്പോൾ എന്ത് ചെയ്യുക? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 500 വീടുണ്ടെങ്കിൽ 3 കാറ്റഗറി തിരിക്കുക. A, B, C എന്നുള്ള കാറ്റഗറി. A കാറ്റഗറിയിൽ സമ്പന്നരായ ആളുകൾ, അത് ഇവിടെ ജോലിയുള്ള ബിസിനസ്സുകാരായ ആളുകളാവാം, അല്ലെങ്കിൽ ഗൾഫിൽ ജോലിയുള്ള ആളുകളാവാം. അത് നോക്കിയിട്ട് A കാറ്റഗറി. 2 B കാറ്റഗറി മിഡിൽ ക്ലാസ് ആയ ആളുകൾ, വലിയ സമ്പന്നരും എല്ലാ പാവങ്ങളും അല്ലാത്ത ആളുകൾ. പിന്നെ C കാറ്റഗറി ഒട്ടും കഴിവില്ലാത്ത, അന്നന്നക്കുള്ള ആവശ്യത്തിന് പോലും നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾ. ഇങ്ങനെ 3 കാറ്റഗറി തിരിക്കുക. ഈ 3 കാറ്റഗറി തിരിക്കാൻ ഇവരുടെ റേഷൻ കാർഡ് നോക്കണമെന്നില്ല. ചിലപ്പോൾ സമ്പന്നരുടെ റേഷൻ കാർഡും പാവങ്ങളുടെ റേഷൻ കാർഡാക്കി മാറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നാട്ടിലൊരാൾക്ക് ടൗണിൽ കുറേ കടകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറേ ക്വാർട്ടേഴ്സുകളുണ്ട്, ബിസിനസ് സംരംഭങ്ങളുണ്ട്. അവർ A കാറ്റഗറി. അങ്ങനെ പിന്നെ ആ വീട്ടിലെ അംഗങ്ങളിൽ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട്, വരുമാനം നോക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് B കാറ്റഗറി. ആരും ആ വീട്ടിലില്ല, ഒറ്റക്കാണ്, അല്ലെങ്കിൽ മറ്റേ വിധവകളാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ആളുകൾ, അവരെ C കാറ്റഗറി. ഇങ്ങനെ A, B, C കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ ഒരു കാറ്റഗറി പുതുക്കാം. ഇങ്ങനെ ഈ C കാറ്റഗറിയിലെ പാവങ്ങളെ കണ്ടെത്തിയിട്ട് ഇവർ വീടാന്തരം കയറി ഇറങ്ങണ്ട. അവർക്ക് മഹല്ല് സംവിധാനത്തിൽ തന്നെ ആ ആളുകളിൽ നിന്ന് സമാഹരിക്കുന്ന ഒരു തുക, എന്തിൻ്റെ സഹായം എന്ന് പറയുന്നത് സ്വതക്കയല്ല, സക്കാത്തായിട്ട് തന്നെ അവർക്ക് കൊടുത്താലേ അവരെ പോലെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് യാചിക്കേണ്ട ഒരു അവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടാവില്ല. ഇത് 27-ാവണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും യാചകന്മാരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ പണം കൊടുക്കുന്നത് യാചകരായിട്ടല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കയറി വരുന്ന ഒരാളുടെ മുഖത്തൊരു ദൈന്യത കൊടുക്കുന്നവർക്കും പ്രയാസമാണ്, വാങ്ങുന്നവർക്കും പ്രയാസമാണ്. അപ്പോൾ ഈ മഹല്ല് സംവിധാനം ഇതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഇനിയിപ്പോൾ ഇതെല്ലാവരേക്കും ഒരാൾ സമാഹരിച്ചിട്ട് വാങ്ങൽ അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം കാറ്റഗറിക്കാരായ കണ്ടെത്തിയിട്ട് മഹല്ല് കമ്മിറ്റിക്ക് പറയാലോ, ഇതാ ഇന്ന കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കുക, ഇന്ന കുടുംബത്തിൻ്റെ, അങ്ങനെ മഹല്ല് കമ്മിറ്റിക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അത് ഇന്ന C കാറ്റഗറിയിൽ ഇന്ന കുടുംബമുണ്ട്, അവരെ കാര്യം നിങ്ങൾ നോക്കേണ്ടതാണ്, നിങ്ങളുടെ ആളുകൾ കൊണ്ട്. അപ്പോൾ അവരെന്നെ നേരിട്ടിട്ട് എന്ത് ചെയ്യുക? കാശ് കൊടുക്കുക. ഇപ്പോൾ ഞാനീ പറയുന്നത് ഫിഖിൻ്റെ വിശാലമായ നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഫിഖ് സംബന്ധമായിട്ട് എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അറിയുന്ന ഉസ്താദുമാർ എൻ്റെ കയ്യിൽ പിഴവുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതെ നിങ്ങൾ തിരുത്തി തരും. ഇങ്ങനെ ഒരു മഹല്ല് സംവിധാനമുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര സന്തോഷമാണ്. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണ അരി പോലും നമ്മുടെ നാട്ടുമ്പുറത്തുള്ള, നമ്മുടെ അയൽപ്പക്കത്തുള്ള പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ട് കുറച്ച് നമ്മൾ ഇത്രയും C കാറ്റഗറിക്കാരെയും കൂടി പരിഗണിച്ചാൽ അൽഹംദുലില്ലാ
അവരൊരിക്കലും വീട് വിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ പോകേണ്ടി വരില്ല. നമ്മൾ ഓരോ മഹല്ല് സംവിധാനത്തിലും ഇങ്ങനെ ചെയ്താൽ മതി. സക്കാത്തിൻ്റെ അവകാശികൾ നമുക്കറിയാലോ. അതിൽ അർഹരായ ആളുകളെ കണ്ടെത്താൻ മഹലിലൊരു ഉസ്താദില്ലേ, അറിവുള്ള ഒരാളുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ഇനി ആ നാട്ടിൽ വല്ല മറ്റെന്താ പറയുക രാഷ്ട്രീയക്കാരൻ്റെ ആ സമുദായത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുക. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾ കമ്മിറ്റി ആയതുകൊണ്ട് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അതിൻ്റെ പ്രാധാന്യം ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് സക്കാത്ത് കൃത്യമായിട്ട് പോയാൽ തന്നെ ഈ സമൂഹത്തിലുള്ള ദാരിദ്ര്യം അവസാനിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമവി ഭരണാധികാരി, അദ്ദേഹം ഭരിച്ചത് വെറും 2.5 വർഷമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സ്വന്തം നാട്ടിൽ സക്കാത്ത് വാങ്ങാനുള്ള പാവങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യലിസം നടപ്പിലാക്കി കഴിഞ്ഞത് മനോഹരമാണ്. ഒന്ന്, കമ്മിറ്റിക്കാർ ഇതിന് രംഗത്തിറങ്ങണം. അതിന് നാട്ടുകാരെയൊക്കെ പിന്തുണ. എല്ലാ വീട്ടുകാരും കമ്മിറ്റിയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. ഒരു ഇമാമത്ത് പണം ചോദിച്ചാൽ തന്നെ കൊടുക്കാത്തവരുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു നിർബന്ധ കാര്യമില്ലല്ലോ. പക്ഷേ ഈ സക്കാത്തിൻ്റെ കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തി മഹല്ല് കമ്മിറ്റി തന്നെ രംഗത്തിറങ്ങിയിട്ട് ഒന്നുകിൽ ആ വീട്ടുകാരെ കൊണ്ട് കൊടുപ്പിക്കുക, അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി അത് ശേഖരിക്കുക, അത് കൃത്യമായിട്ട് കൊടുത്തിട്ട് കൃത്യമായ വിവരങ്ങൾ അംഗങ്ങൾക്ക് കൈമാറുക. ഞാൻ കൊടുക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക, ഇന്നാളെ ഞാൻ ഏൽപ്പിക്കുന്നു, വക്കാലത്ത് കൊടുത്താൽ ഇതൊക്കെ ശരിയാവും. ഫിഖിൽ അതിൻ്റെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു ഉപായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഞാൻ പറഞ്ഞത് എന്തോ ഒരു ഗൗരവമുള്ള മോശമാണെങ്കിൽ എന്നെ വിട്ടേക്കോ, ഇത് ക്ഷമിക്കൂ, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അറിവുള്ള ആളുകളൊന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും മഹല്ലിൽ ഇങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരെയും ഇതിന് മുന്നിൽ സുന്നി മുജാഹിദും ജമാഅത്തൊന്നും നോക്കണ്ട. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ട്, എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനൊരു സക്കാത്തിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി യാചിക്കുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും ഒഴിവാകുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ മത്സരമുണ്ട്. ആ മത്സരാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. എല്ലാവരും ഖുർആൻ പാരായണം അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.